നമ്മുടെ മെറ്റേണിറ്റി യൂണിറ്റിന് ഞങ്ങൾ ടീമായിട്ട് ഡിസൈഡ് ചെയ്ത് ബിലീവേഴ്സ് ക്രാഡിൽ എന്ന് പേരിട്ടു. ബിലീവേഴ്സ് ക്രാഡിൻ്റെ ഇനാഗ്രേഷൻ ഞങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്തു ജാനുവരി 29 നടത്താൻ. 29 ഇനാഗ്രേഷന് വേണ്ടി നമ്മുടെ റെവറൻ ഫാദർ ഡോക്ടർ ഡാനിയൽ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റിനേറ്റൽ പേഷ്യൻസ് 3rd ട്രൈമസ്റ്റർ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു, ശരണ്യ, ശശിധരൻ. ഞങ്ങൾ ശരണ്യയും കൂടെ ഈ ഇനാഗ്രേഷൻ്റെ ഡേയിൽ വിളിച്ചിരുന്നു. അന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് അച്ഛൻ തന്നെ പറഞ്ഞു ഇത് ശരണ്യയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. അങ്ങനെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിലും ശരണ്യയെ കൊണ്ട് റിബൺ കട്ട് ചെയ്തും ഞങ്ങൾ ഇനാഗ്രേഷൻ നടത്തി. അത് വലിയ സന്തോഷമായിരുന്നു. പേഷ്യൻറ്റിന് വളരെ സന്തോഷം, ഞങ്ങളെല്ലാം ടീമായിട്ട് വളരെ സന്തോഷിച്ചു. അതിനകത്തൊരു സസ്പെൻസ് ഞങ്ങളന്ന് കീപ്പ് ചെയ്തിരുന്നു. ഇനാഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് ഒരു സോങ് പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും അറിയാതെ തന്നെ ആ റിബൺ കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളൊരു ബേബിയുടെ ബർത്ത്ഡേ സോങ് ഇവിടെ പ്ലേ ചെയ്തു. അത് ഇന്ന് വരെ ആ ബർത്ത്ഡേ സോങ് എല്ലാ ബേബിയുടെ ബർത്തിലും ഞങ്ങൾ പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ശരണ്യ 9th ഫെബ്രുവരി ഈവനിങ് ഇവിടെ അഡ്മിറ്റായി. 10th 2:54 AM ഒരു മെയിൽ ബേബി ബോണായി. ആ ബേബിയുടെ ബോണിൽ ഞങ്ങൾ എഗെയിൻ ഈ സോങ് ഫസ്റ്റായിട്ട് ഇവിടെ പ്ലേ ചെയ്തു. അത് വലിയ സന്തോഷമായിരുന്നു. കാരണം ഫാമിലീസ് അവർ കേൾക്കുമ്പോൾ അവർക്കൊരു വലിയ സന്തോഷം ഇത് കേൾക്കുമ്പോൾ. അതുപോലെ ഹോസ്പിറ്റൽ പ്രെമിസസിൽ എല്ലാവർക്കും ഈ സോങ് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അത് ഇന്ന് വരെയും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. പലപ്പോഴും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്, ഗൾഫിൽ നിന്ന് ഒക്കെ പേഷ്യൻസ് ഇവിടെ ഡെലിവറിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നതായിരിക്കും നിങ്ങളിത് എങ്ങനെ സെറ്റ് ചെയ്തത്, ഞങ്ങളുടെ ബേബിയുടെ സൗണ്ടാണോ കേൾക്കുന്നതെന്ന് പലരും ചോദിക്കും. അതിവിടെ നിന്ന് തന്നെ അവർ റെക്കോർഡ് ചെയ്യും ചിലപ്പോൾ. കാരണം അവർക്ക് പിന്നീട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, നെക്സ്റ്റ് ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങളിത് പ്ലേ ചെയ്യും എന്നും പറഞ്ഞ് പോകാറുണ്ട്. സോ ഇതൊക്കെ ഞങ്ങൾക്കും അവരുടെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കാറുണ്ട്. എനിവേസ് നെക്സ്റ്റ് നമ്മളുടെ ശരണ്യയുടെ ഡിസ്ചാർജ് ഡേ ആയിരുന്നു. ഡിസ്ചാർജ് ഡേ അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ PR ഓഫീസിൽ നിന്ന് ഒരു കാർ, ഒരു ഡെക്കറേറ്റഡ് കാർ, ബലൂൺസൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റഡ് ഒരു കാറിലാണ് ഞങ്ങൾ ശരണ്യയും ബേബിയും കൂടെ ഫസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ PRO ആൻഡ് നഴ്സിംഗ് ടീം ഒന്നിച്ച് പോയി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു. അത് ഇന്ന് വരെ ശരണ്യ എപ്പോഴും പറയുമായിരുന്നു. അതൊക്കെ അവർക്കതൊരു ഒരിക്കലും മറക്കാൻ വയ്യാത്ത അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കെയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നു മെട്രോപൊളിറ്റയുടെ ആഗ്രഹം പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും, സ്പെഷ്യലി ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജിയിലെ എല്ലാ പേഷ്യൻസിനും നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം ഞങ്ങളെ ശക്തീകരിക്കട്ടെ.